കുട്ടനാട് MLA മദ്യപിച്ച് അപകടമുണ്ടാക്കിയോ? കുട്ടനാട് MLA റെജി ചെറിയാനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തിടെയാണ് അദ്ദേഹം വളരെയധികം ജനപ്രീതി പിടിച്ചു പറ്റിയ ഒരാളാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു നിയമസഭയിൽ. അതായത് കുട്ടനാട് ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി പറയുകയും അങ്ങനെ ഒരു കീഴ്വഴക്കം കുട്ടനാട്ടിലില്ല. ഏതായാലും റെജി ചെറിയാന്റെ ആവശ്യം പരിഗണിക്കാം എന്ന നിലയിൽ പറയുകയും പിന്നീട് മുഖ്യമന്ത്രി സീറ്റിലിരുന്ന ശേഷം തൊട്ടടുത്തിരുന്ന വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞത് ഒരു കാരണവശാലും കുട്ടനാട് ഇങ്ങനെ അവധി പ്രഖ്യാപിക്കാൻ പോകുന്നില്ല എന്നാണ്. അങ്ങനെ മൈക്ക് മുഖ്യമന്ത്രി ചതിച്ചതും കുട്ടനാട് MLAക്ക് സതീശന് വിരുദ്ധ ക്യാമ്പും പ്രതിപക്ഷവും ഒക്കെ തന്നെ പിന്തുണയുമായി രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. കുട്ടനാട്ടിൽ വി ഡി സതീശന്റെ ജലോത്സവ കമ്മിറ്റിയടക്കമുള്ളവർ വി ഡി സതീശന്റെ കോലം കത്തിക്കുന്നതും വലിയ 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 പ്രതിഷേധമുണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കുട്ടനാട് MLA കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിരിക്കുന്നു. അദ്ദേഹം സഞ്ചരിച്ച വാഹനം ഈ കുട്ടനാട് മൂലം വള്ളംകളി ദിവസം ഒരു ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ടു. അയാൾ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹം മദ്യപിച്ചിരുന്നു. അതായത് റെജി ചെറിയാൻ മദ്യപിച്ചിരുന്നു. ഇതാണ് ഉയരുന്ന ആരോപണം. ഈ ആരോപണത്തിന്റെ വസ്തുത എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത് DYFI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് സാമുവലാണ്. ജെയിംസ് സാമുവൽ പറയുന്നത് കുട്ടനാട് MLA ആയിട്ടുള്ള റെജി ചെറിയാൻ മദ്യപിച്ച് കാർ ഓടിച്ചു. അങ്ങനെ മദ്യപിച്ച് കാർ ഓടിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ടു. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണ്. അദ്ദേഹം ആലപ്പുഴയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതുകൊണ്ട് മദ്യപിച്ച് മതോന്മത്തനായിട്ടാണ് ഇദ്ദേഹം കാർ ഓടിച്ചത് എന്ന നിലയിൽ കുട്ടനാട് MLA ആയിട്ടുള്ള റെജി ചെറിയാനെതിരെ DYFI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് സാമുവൽ വലിയൊരു ആരോപണം ഉന്നയിച്ചു. ഇതോടുകൂടി ഇതൊരു വലിയ വാർത്താ പ്രാധാന്യം നേടിയ കാര്യമായി മാറി. കുട്ടനാട് MLA യഥാർത്ഥത്തിൽ മദ്യപിച്ചിരുന്നു എന്നാണ് DYFI ഈ കാര്യത്തിൽ കൃത്യമായി പറയുന്ന ഒരു നിലപാട്. DYFIയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് ജെയിംസ് സാമുവൽ. അദ്ദേഹം ഒരു FB പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കുട്ടനാട് MLA റെജി ചെറിയാന്റെ വാഹനമിടിച്ച് ഒരാൾക്ക് പരിക്ക്, മദ്യപിച്ച് വാഹനം ഓടിച്ച MLA മുങ്ങി, ടീം UDF. ഇങ്ങനെ ഒരു 4 വരിയാണ് അദ്ദേഹം FB പോസ്റ്റിൽ ഇട്ടത്. ഈ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. അതോടുകൂടി കുട്ടനാട് MLA റെജി ചെറിയാൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ ഇടിച്ചിട്ടു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ DYFIക്ക് കഴിഞ്ഞു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെയിംസ് സാമുവൽ ഇട്ട ഈ പോസ്റ്റ് ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം പിൻവലിച്ചു. അദ്ദേഹത്തിൻ്റെ വാളിൽ നിന്ന് അത് ഇല്ലാതായി. അപ്പോൾ അതേക്കുറിച്ചുള്ള അന്വേഷണമായി എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് പിൻവലിച്ചത് എന്നുള്ള ചോദ്യം ഉയർന്നു. അതിന് ജെയിംസ് സാമുവൽ നൽകിയ മറുപടി, ഇത് ഞാൻ സുഹൃത്തുക്കൾക്ക് മാത്രമായി, അതായത് നമുക്ക് ഒരു പോസ്റ്റ് പബ്ലിക്കായിട്ട് വിടാം, ഫ്രണ്ട്സിന് മാത്രമായിട്ട് വിടാം, അങ്ങനെ സുഹൃത്തുക്കൾക്ക് മാത്രമായിട്ട് ഞാനിത് ചുരുക്കി എന്നാണ്, അദ്ദേഹം പ്രൈവറ്റാക്കി എന്നാണ് ജെയിംസ് സാമുവൽ നൽകിയ വിശദീകരണം. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ FB വാളിൽ നിന്നും ഈ ഒരു പോസ്റ്റ് ഇല്ലാതായി. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഇത് അപ്രത്യക്ഷമായ പോസ്റ്റ് വീണ്ടും തിരികെ വന്നു. അതോടുകൂടി വിവാദം ഇരട്ടിച്ചു. കുട്ടനാട് MLA റെജി ചെറിയാൻ മദ്യപിച്ച് വാഹനമോടിച്ച് ഒരു 2 വീലർ യാത്രക്കാരനെ ഇടിച്ചിട്ടു എന്നുള്ള ജെയിംസ് ചെറിയാന്റെ ഈ പോസ്റ്റ് രണ്ടാമത് വന്നതോടുകൂടി അഭ്യൂഹം കൂടുതൽ പടർന്നു. ശരിയാണോ, അദ്ദേഹം മദ്യപിച്ചിരുന്നോ, കുട്ടനാട് MLA മദ്യപിച്ചിരുന്നോ എന്നുള്ള വലിയ 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 ചോദ്യങ്ങളുണ്ടായി. അതിന് വലിയ കമൻറ്റുകളുണ്ടായി. ജെയിംസ് സാമുവലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ജെയിംസ് ചെറിയാന്റെ ഈ പോസ്റ്റ് കാണാതായി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പൊങ്ങി. അങ്ങനെ മുക്കുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ജെയിംസ് സാമുവലിന്റെ ഈ ഒരു FB പോസ്റ്റ്. ഇപ്പോൾ ജെയിംസ് സാമുവലിന്റെ ഈ FB പോസ്റ്റ് ആർക്കും കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ FB പേജിൽ കയറി പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് അവിടെ കാണാൻ കഴിയുന്നില്ല. കുട്ടനാട് MLA റെജി ചെറിയാന്റെ വാഹനം പിടിച്ച ഒരാൾക്ക് പരിക്ക്, മദ്യപിച്ച് വാഹനം ഓടിച്ച് MLA മുങ്ങി, ടീം UDF എന്ന് പറയുന്ന 4-5 വാചകം അടങ്ങിയ ആ പോസ്റ്റ് ഇപ്പോൾ കാണാനേ ഇല്ല. പക്ഷേ ഇന്ന് ഏതാണ്ട് ഉച്ച
വരെ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും ഇരുന്നു ജെയിംസ് സാമുവലിന്റെ ഈ പോസ്റ്റ്. ഇനി എന്താണ് MLA-യുടെ വിശദീകരണം? ഇതാണ് DYFI ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ അതിലൊരു വ്യക്തത ഇല്ലാത്തത് ആകണമല്ലോ ജെയിംസ് സാമുവൽ ഇത് ഈ പോസ്റ്റ് മുക്കുകയും പൊക്കുകയും ചെയ്തത്. ഇപ്പോൾ അത് അപ്രത്യക്ഷമായതും അതുകൊണ്ടായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കാണും ഇത് തെറ്റാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം മുക്കിയത്. ഒരുപക്ഷെ മാനനഷ്ട കേസടക്കമുള്ളവ വരാനുള്ള സാധ്യതയുണ്ട് ഇത് തെറ്റാണ് എങ്കിൽ. അപ്പോൾ അങ്ങനെ ഈ നിയമസാധ്യതയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ജെയിംസ് സാമുവൽ ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇനി എന്താണ് കുട്ടനാടൻ MLA ആയിട്ടുള്ള റെജി ചെറിയാന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കാറ് ഓടിച്ചിട്ടില്ല, ഞാൻ കാറിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്, ഡ്രൈവറാണ് ഓടിച്ചിരുന്നത്, അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ എതിരെ ഒരു വലിയ സ്പീഡിൽ തന്നെ ഒരു യുവാവ് ബൈക്കിൽ വന്നു. ആ ബൈക്ക് ഞങ്ങളുടെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഞാനോ എൻ്റെ ഡ്രൈവറോ മദ്യപിച്ചിട്ടില്ല. ഇങ്ങനെ റോഡിൽ ഇടിച്ച് കിടന്ന, ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ആ യുവാവിനെ താൻ ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി അതിൽ കയറ്റി ആലപ്പുഴയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്ന് മാത്രമല്ല, അതിന് ഒപ്പം തൻ്റെ ഒരു സഹായിയെ കൂടി ഈ ഒരു അപകടത്തിൽപ്പെട്ട യുവാവിനൊപ്പം ആംബുലൻസിൽ കയറ്റി സഹായത്തിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവിടെ എത്തിച്ചു. അതിനുശേഷം താൻ മടങ്ങി എന്നാണ് കുട്ടനാട് MLA പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ അപകടമുണ്ടായി, ആംബുലൻസ് വരുന്നു, അതേപോലെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ഈ അപകടമുണ്ടായി ആംബുലൻസിൽ പോയതിനു ശേഷവും കുട്ടനാട് MLA അവിടെ നിൽക്കുന്നതായിട്ടാണ് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഇവിടെ എന്താണ് ഈ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നില്ല. ജെയിംസ് സാമുവൽ ഈ പോസ്റ്റ് പിൻവലിച്ചത് കൊണ്ട് കുട്ടനാട് MLA മദ്യപിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട് കുട്ടനാട് MLA നൽകുന്ന വിശദീകരണം ശരിയാണോ? ആ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഇത് അദ്ദേഹം മദ്യപിച്ചിരുന്നോ എന്ന് വ്യക്തമാക്കേണ്ടത് വൈദ്യ പരിശോധനയിൽ കൂടിയാണ്. പക്ഷേ ഇവിടെ വൈദ്യ പരിശോധന നടന്നിട്ടില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഉയരുകയാണ്. ഒരു വഴിക്ക് DYFI ഇക്കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായി എടുക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു. DYFI ജില്ലാ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മറുവശത്ത് കുട്ടനാടൻ MLA ആയിട്ടുള്ള റെജി ചെറിയാൻ പറയുന്നു, ഇങ്ങനെ ഒരു ആരോപണം, അത് രാഷ്ട്രീയ ആരോപണമാണ്, തന്നെ തകർക്കാനുള്ള ആരോപണമാണ്. അവിടെ ഞാൻ മദ്യപിച്ചിരുന്നില്ല, ഡ്രൈവറാണ് ഓടിച്ചത്. പക്ഷേ ജെയിംസ് സാമുവൽ പറയുന്നത് ഡ്രൈവറല്ല, ഇദ്ദേഹമാണ് ഓടിച്ചത്. ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി പോകുകയാണ്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് ഇപ്പോഴും കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അറിയാൻ കഴിയണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, രക്തപരിശോധന നടത്തുക എന്നുള്ളത്. DYFI ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജെയിംസ് സാമുവൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ MLA ഒരുപക്ഷെ മദ്യപിച്ചു എന്നിരിക്കട്ടെ, അദ്ദേഹത്തെ ഉടനടി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇനി ഇങ്ങനൊരു ആരോപണം ഉണ്ടായപ്പോൾ MLA എന്തുകൊണ്ടാണ് സ്വയമായി പോയി ഈ രക്തപരിശോധന നടത്തി അതിലെ സാമ്പിൾ എടുത്തുകൊണ്ട്, ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് വിനിയോഗിച്ചില്ല. നമ്മളായാലും ഒരുപക്ഷെ അങ്ങനെ കടന്ന് ചിന്തിക്കില്ലായിരിക്കാം. MLA-യും അങ്ങനെ ചിന്തിച്ചില്ല. എന്തിനാണ് വെറുതെ ഒരു അപകടമുണ്ടായി അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ചുമതല, അല്ലാതെ രക്തപരിശോധനയ്ക്ക് പോകുകയല്ലല്ലോ. അപ്പൊ ഇവിടെ ഉയരുന്ന ഒരു പ്രശ്നം, ഈ ഒരു വിവാദത്തിൽ ആര് പറയുന്നതാണ് ശരി? അതിലെ ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ ഈ ജെയിംസ് സാമുവലിന്റെ FB പോസ്റ്റ് മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നതനുസരിച്ചല്ല തെളിയിക്കേണ്ടത്, MLA പറയുന്നത് അനുസരിച്ചുമല്ല തെളിയിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു വൈദ്യ പരിശോധനയിലൂടെ മാത്രമേ ഇത് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. കുട്ടനാട് MLA-യെ സംബന്ധിച്ച് DYFI ഉയർത്തിയിരിക്കുന്ന ആരോപണം വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ മാനനഷ്ട കേസ് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. DYFI നേതാവായിട്ടുള്ള ജെയിംസ് സാമുവലിനെതിരായി അദ്ദേഹത്തിന് കോടതിയിൽ പോകാം, മാനനഷ്ട കേസ് കൊടുക്കാം. ഇതുപോലെ എൻ്റെ മാനത്തിന് ഞാൻ മദ്യപിച്ചു എന്നുള്ള ഒരു വ്യാജ ആരോപണം
ഉയർത്തി ജനപ്രതിനിധിയായ എന്നെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടനാട് MLA ആയിട്ടുള്ള റെജി ചെറിയാന് ജെയിംസ് സാമുവലിനെതിരെ കൃത്യമായി തന്നെ കോടതിയിൽ പോകാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് തുനിയുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇതുവരെ അദ്ദേഹം അങ്ങനെ ഒരു മാനനഷ്ട കേസ് കൊടുത്തതായി നമുക്കറിയില്ല. എന്ത് തന്നെയായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി കത്തുകയാണ്. ഒരു വഴിക്ക് MLA-യുടെ ന്യായം, മറുവഴിക്ക് DYFI-യുടെ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ഒരു ന്യായം. ഇതിലെ ഏതാണ് ശരി എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. എന്ത് തന്നെയായാലും ഒരുപക്ഷെ MLA-യുടെ ഭാഗത്ത് തന്നെയായിരിക്കണം ശരിയെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം അപകടം കഴിഞ്ഞിട്ടും അവിടെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു തെളിവാണ്. മദ്യപിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കില്ലായിരുന്നല്ലോ. മാത്രമല്ല നാട്ടുകാരൊക്കെ കൂടുകയും ചെയ്തതാണ്. നാട്ടുകാരും അത്തരം ഒരു ആരോപണം ഉന്നയിച്ചതായിട്ടും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമായി പുകയുകയാണ്. MLA-ക്ക് മാനനഷ്ടവുമായി ധൈര്യമായി മുന്നോട്ട് പോകാം. അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ജെയിംസ് സാമുവലിനെതിരെ മാനനഷ്ടത്തിന് അദ്ദേഹത്തിന് നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.